ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ അവിടെ ചെയ്തതൊക്കെ ഞാൻ കണ്ടു. തൊട്ടടുത്ത് നിന്ന് ഞാൻ കണ്ടു. അങ്ങനെ മണം പിടിച്ച് കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി വരാറുന്നല്ലോ. താങ്ക്സ്. എന്തിനാ? എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കൂട്ട് താൻ തന്നെയാണെന്ന് ഉറപ്പിച്ചേന്. വേറെങ്ങും വഴിതെറ്റി പോയില്ലല്ലോ ഞാൻ. തന്നെ തന്നെ കണ്ടുപിടിച്ചില്ലേ. വിട്ടുപോവാൻ തോന്നുന്നില്ല. പക്ഷേ ഇപ്പൊ ചില പരിമിതികളുണ്ടല്ലോ. ഇല്ലായിരുന്നെങ്കിൽ മാഡം, ഗാഥ മാഡം, വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്, പറയട്ടെ. ഇങ്ങനെ ചെയ്തേനെ. ഓക്കെ, ഒരുപാട് സ്വപ്നങ്ങൾ തന്നിട്ട് താൻ എന്നെ വിടുന്നത്. ഞാൻ അത് കണ്ടിരുന്നു. നീ എന്തടി കരുതിയിരിക്കുന്നെ? എന്നെ പോലെ ഡ്രസ് ചെയ്താലോ, എന്നെ പോലെ മേക്കപ്പ് ചെയ്താലോ, എന്റെ വീട്ടിൽ ഇടയ്ക്കെങ്ങാനും താമസിച്ചാലോ എന്നെ പോലെ ആവുന്നോ? നവീനോടൊപ്പം നടക്കുമ്പോ എന്ത് ചെയ്യണമെന്നാ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നേ. പക്ഷെ നീ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നെ? ഞാൻ എന്ത് കാണിച്ചു എന്നാ? നവീന്റെ പ്രോപ്പർട്ടിയിൽ വെച്ച് ആളുകൾ ആക്രമിക്കാൻ വന്നപ്പോ നീ എന്താ ചെയ്തേ? ചോദിച്ചത് കേട്ടില്ലേ? അവരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ ആ മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതൊരു തെറ്റാണോ? നീ എങ്ങനെയാണ് രക്ഷിക്കാൻ ശ്രമിച്ചേ? നവീനെ നീ ടച്ച് ചെയ്തു, നവീനെ നീ കെട്ടിപ്പിടിച്ചു. ഒരാളെ മറ്റുള്ളവരെ കൊല്ലാൻ നോക്കുമ്പോ പിടിച്ചു മാറ്റണമെങ്കിൽ അയാളുടെ ശരീരത്തിൽ തൊടണ്ടേ? നീ അവിടെ ചെയ്തതൊക്കെ ഞാൻ കണ്ടു. തൊട്ടടുത്ത് നിന്ന് ഞാൻ കണ്ടു. അങ്ങനെ മണം പിടിച്ച് കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി വരാറുന്നല്ലോ. എന്നോട് അഹങ്കാരം പറയരുത്. ഇവിടെ ഈ വീടിന്റെ ഉമ്മറത്ത് വെച്ച് യാത്രയാവുന്നതിന് തൊട്ടു മുൻപ് നവീൻ നിന്നെ കെട്ടിപ്പിടിച്ചില്ലേ? ഇല്ലടി. അതെ, ഞാൻ അയാളെ കെട്ടിപ്പിടിച്ചോ? ഒരു പ്രതീക്ഷയില്ലാതെ അയാൾ എന്നെ ചേർത്ത് പിടിച്ച എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? മമ്മി, ഇവളെ ഒരു നിമിഷം കൂടെ ഇവിടെ നിർത്താൻ പാടില്ല. ഇവളെ ഞാനായിട്ട് അഭിനയിക്കല്ല, ഞാനായിട്ട് ജീവിക്കുക. കാണാത്ത കാഴ്ചകളൊക്കെ കണ്ടപ്പോ ഇവളെ പോലത്തെ തേർഡ് റൈറ്റുകൾക്ക് പലതും മനസ്സിൽ തോന്നുന്നുണ്ടാവും. അതെ,
ആവശ്യമില്ലാതെ ഓരോന്നും പറയരുത്. എല്ലാം കേട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. നീ എന്ത് ചെയ്യടി ഗാഥ? മമ്മി, ഇവളെന്നെ പ്രൊവോക്ക് ചെയ്യാ. ഇവളെ ഞാൻ കൊല്ലും. മോളെ അകത്ത് പോ. ഞാനാ പറയുന്നേ, കേറിപ്പോ. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. സഹിക്കുന്നതിനൊരു അതിരില്ലേ? സുനന്ദേ, കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോ. മോളെ വാ മോളെ. സിനി, എന്താ സംഭവിച്ചത്? അവള് നവീനെ രക്ഷിക്കാനും ശ്രമിച്ചത് മാം. ഒരുപക്ഷെ അവൾ ആ സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറിയില്ലായിരുന്നെങ്കിൽ നവീന് എന്തെങ്കിലും അപകടം സംഭവിച്ചേനെ. മാം, ഗാഥ മാഡത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടു. എന്തൊരു കഷ്ടം ഇത്. ഇത് എന്തൊരു അഹങ്കാരാ. പണക്കാരായ പെൺകുട്ടികള് ഈ നാട്ടില് വേറെ ഇല്ലേ? അവരാരും ഇതുപോലെയൊന്നും കാണിക്കുന്നില്ലല്ലോ. ഹാ, സത്യത്തിലേ അയാള് നല്ലൊരു മനുഷ്യനാ. അയാൾ ഇവളെ കെട്ടിയാലേ അയാളുടെ ഗതികേടെന്ന് പറഞ്ഞാ മതി. അതെ, അയാള് നിന്നെ ശരിക്കും കെട്ടിപ്പിടിച്ചോ? അതങ്ങനെ സംഭവിച്ചു പോയതാ, അല്ലാതെ കരുതി കൂട്ടിയൊന്നും അല്ല കേട്ടോ. ശരി, എന്നാലും അയാള് കെട്ടിപ്പിടിച്ചപ്പോ നിനക്കത് ഇഷ്ടായോ? ആ, എനിക്കറിഞ്ഞൂടാ. അതൊന്നും കൂടി മനസ്സിലാലോചിച്ചിട്ട് ഒന്ന് പറഞ്ഞോക്കേ. എനിക്കിപ്പോ എന്താ തോന്നുന്നതെന്നറിയോ? നവീന് സത്യത്തില് ഗാഥയേക്കാൾ ഇഷ്ടം കൃഷ്ണയോടാന്നാ. ഗാഥയായി അഭിനയിച്ച് അവസാനം ഈ കഴുത്തെ തന്നെ ആ ചെക്കൻ താലി കെട്ടോ? എന്നേക്കുമായി സ്വന്തമാക്കോ? ഒരു കാര്യം ചെയ്യേ, നാളെ മുതല് അവരുടെ വേഷം കെട്ടി സുനന്ദേച്ചി അങ്ങോട്ട് ചെല്ല്. അപ്പോ അയാളെയും കെട്ടിട്ട് സുഖമായിട്ട് ജീവിക്കാലോ. ഗോപാലൻ മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഈ രൂപം കിട്ടിയിരുന്നെങ്കിലേ ഒരു കൈ ഞാൻ നോക്കിയേനെ. പക്ഷെ അതില്ലല്ലോ. ഓ അയ്യോ, ഒന്നും മിണ്ടാതിരിക്കുന്നേ. തിളച്ച വെള്ളെടുത്ത് ഞാൻ തലയിൽ കൂടെ ഒഴിക്കും. ഞാനിവിടെ പ്രേമിക്കാനാണോ വന്നിരിക്കുന്നത്?